മോനെ എന്റെ പിള്ളേരെ എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ആദ്യം ഇങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ലമ്മ. ഞാൻ വിചാരിച്ചത് ലച്ചുവിന്റെ ഇല്യൂഷൻ ആണെന്നാണ്. പക്ഷെ കേശ് പറഞ്ഞപ്പോഴല്ലേ എനിക്ക് വിശ്വാസമായത് സംഭവം. கௌரி, நான் இப்பவும் சொல்றேன், சித்து அப்படியெல்லாம் செய்ய மாட்டான். അങ്ങനെ അങ്ങ് തീർത്ത് പറയാനൊന്നും പറ്റൂല. മനുഷ്യന്മാരെ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനാ? പിന്നെ എന്ത് വിശ്വസിച്ച ആൾക്കാരെ സ്നേഹിക്കും? അമ്മ, ഇന്നത്തെ കാലത്ത് ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റൂല. ഏത് കാലമായാലും ആരെയും പറ്റിക്കാൻ പാടില്ല. அது அம்மா சொன்னது ரொம்ப கரெக்ட். പറ്റത്തില്ലെങ്കിൽ പറ്റത്തില്ലെന്ന് പറയണം. അതാണായാലും പെണ്ണായാലും. അത് പോയിന്റ്. ഗൗരിയെ, ഓ, നീ ശ്രീയെ വിളിച്ചായിരുന്നോ? എന്തേ? അല്ല, ഞാൻ ചോദിച്ചതാ, നീ വിളിച്ചായിരുന്നോ? അതെന്തമ്മ അങ്ങനെ ചോദിക്കണ? അല്ല, എന്നെ വിളിച്ചിട്ടും ഞാൻ വിളിച്ചിട്ടും 2-3 ആഴ്ചയായേ. അല്ല, നീ വിളിച്ചോന്നറിയാൻ വേണ്ടിട്ടാ. എന്നെ വിളിച്ചിട്ട് ഒരാഴ്ചയായി. ഒരാഴ്ചയായോ? നിനക്ക് ഇടയ്ക്കൊക്കെ അങ്ങോട്ടൊന്ന് പോയി നിന്നുകൂടായോ? അതെന്തമ്മ പെട്ടെന്നൊരു കെയറിങ്? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. கௌரி, நீ வருத்தப்பட வேண்டாம். ஸ்ரீ அப்படியெல்லாம் செய்ய மாட்டாரு. കനകേച്ചി, நான் சொன்னேன்டா, அவ்வளவுதான். എന്നാലും ഈ സിദ്ധു ഇങ്ങനെയൊക്കെ ചെയ്യും. മൂന്നുപേരും ഒരുമിച്ചുണ്ടല്ലോ, തിരക്കില്ല? അടുക്കള ജോലി അല്ലേ മോനെ, പെണ്ണുങ്ങൾ ഇതൊക്കെ ചെയ്യണ്ടേ? അമ്മമ്മക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറയാം. എനിക്ക് അത്യാവശ്യം എല്ലാ ജോലിയും ചെയ്യാൻ അറിയാം. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അറിയുന്നുണ്ടേ, വിശ്വസിക്കാൻ കൊള്ളൂല. അമ്മ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഒന്നും പറഞ്ഞില്ല. മോൻ എന്താ വേണ്ടുന്നേ? എനിക്ക് ഇച്ചിരി വെള്ളം കിട്ടിയ കൊള്ളായിരുന്നു കുടിക്കാന്. വെള്ളം ഫ്രിഡ്ജിലുണ്ട്, എടുത്ത് കുടിച്ചോ. ഗൗരി, എന്ത്? ലച്ചു ഇവിടെ? എന്തിനാ അറിഞ്ഞിട്ട് ലച്ചു അവിടെ? അവിടെ എവിടെയെങ്കിലും കാണും. ലച്ചൂസേ, പ്രശ്നം എന്താണെങ്കിലും എൻ്റെ അടുത്ത് പറയാം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഓക്കെ, ഞാൻ വേറൊന്നും സംസാരിക്കുന്നില്ല. എനിക്ക് എൻ്റെ ഫോൺ തരാൻ പറ്റുമോ നിനക്ക്? നിനക്കെന്തിനാ ഫോൺ? ഫോൺ മനുഷ്യർക്ക് എന്തിനാ? ഫോൺ വിളിക്കാൻ വേണ്ടിയിട്ട് ആരേലും. ബാക്കിയുള്ള മനുഷ്യന്മാരുടെ കാര്യം എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ നിന്റെ കാര്യമാണ് ചോദിച്ചത്. നിനക്കെന്തിനാ ഫോൺ? എടാ, എനിക്ക് വിളിക്കാൻ ഞാൻ പറഞ്ഞല്ലോ. ഓ, ദുബായിലുള്ള നിന്റെ കെട്ടിയോളെ വിളിക്കാനായിരിക്കും അല്ലേ? എന്റെ പൊന്നു ലച്ചൂസേ, ദുബായിലുള്ള ആരുടെ കിട്ടിയുള്ള കാര്യം നീ പറയണേ? സിദ്ധു, നീ അഭിനയിച്ച് എങ്ങോട്ടാണ് ഈ കയറി പോണത്? നീ അഭിനയിക്കാൻ വേണ്ടിട്ടാണ് അവിടുന്ന് പെട്ടിയൊക്കെ ചുമന്നോണ്ട് ഇങ്ങോട്ട് വന്നേ? ലച്ചൂസേ, എല്ലാത്തിനും ഒരു പരിധി ഉണ്ട് കേട്ടോ. ചുമ്മാ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് മര്യാദയ്ക്ക് ഫോൺ തന്നേ. എനിക്കറിയണമല്ലോ, കുറച്ചു നേരം നിന്റെ ശബ്ദം കേട്ടില്ലെങ്കിലും നമുക്ക് എന്താ സംഭവിക്കാൻ പോണേന്ന്. ആർക്ക്? സിദ്ധു, നീ ഇത് കണ്ടോ? എന്റെ ശരീരം ഉണ്ടല്ലോ മൊത്തം പൊള്ളുവാണ്. അപ്പൊ അതാണ് പനി. വെറുതെ അല്ല നീ കിടന്ന് പിച്ചുമയൊക്കെ പറയുന്നേ. ടെമ്പറേച്ചർ നോക്കട്ടെ. തുടരുത് തന്നെ. ലച്ചൂസേ, ടെമ്പറേച്ചർ നോക്കിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാ. സിദ്ധു, ഈ പനിയുടെ പൊള്ളലുണ്ടല്ലോ, അതൊക്കെ 2 ദിവസം കൊണ്ട് അങ്ങ് മാറും. പക്ഷെ നീ എൻ്റെ ഹൃദയത്തിൽ കോരിയിട്ട തീന്റെ പൊള്ളലുണ്ടല്ലോ, അത് ജീവിതകാലം മൊത്തം ഉണ്ടാവും. മുമ്പിന്ന് മാറ്. ലച്ചൂസ് കവിത എഴുത്തൊക്കെ നിർത്തിയെന്ന് പറഞ്ഞിട്ട് വീണ്ടും തുടങ്ങിയല്ലേ? മുമ്പിന്ന് മാറ്. ലച്ചു, എന്താ നിന്റെ പ്രശ്നം? ലച്ചു, എന്താണ് നിന്റെ പ്രശ്നം? കൃത്യമായിട്ട് കാര്യം പറ. കുറെ നേരമായിട്ട് ഞാൻ സഹിച്ചോണ്ടിരിക്കുക. ഞാൻ എന്റെ പ്രശ്നം പറയാവേ നീ ഇവിടെ കിടന്ന് ഉരുകും. അല്ല, നീ ഇപ്പൊ എന്താ പറഞ്ഞ? കുറെ നേരം കൊണ്ട് സഹിക്കുവാണെന്നാ? അതിന്റെ അർത്ഥം നീ എന്നെ സഹിക്കുവാണെന്നല്ലേടാ? ഓ, നിനക്കിപ്പോ അവിടെ സഹിക്കാൻ ദുബായിൽ വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. എടി, നീ കുറെ നേരമല്ല ദുബായ് 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 എന്ന് പറഞ്ഞു. എന്താണ് ദുബായ്? ആരാ ദുബായ്? സിദ്ധേ, കിടന്ന് ഒച്ചെടുത്തിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ കഴിക്കുന്നതും ചോറ് തന്നെയാ. എനിക്കും കാര്യങ്ങളൊക്കെ കത്തും. ഞാനേ നാട്ടിൽ വന്ന ശേഷമാണ് എല്ലാ ദിവസവും ചോറ് കഴിച്ചു തുടങ്ങിയത്. എല്ലാ ദിവസവും ചോറ് കഴിക്കുന്നവരുടെ ചിന്താഗതിയെ എനിക്കറിയത്തില്ല. സിദ്ധേ, നിന്റെ ഈ മണലടി ഉണ്ടല്ലോ, അത് എന്റെ അടുത്ത് ഇറക്കരുത് കേട്ടാ. ദുബായിൽ എനിക്ക് മണലടി നിന്റെ അടുത്ത് ആരടി പറഞ്ഞേ? ആരടി പറഞ്ഞേ? എടാ, പൊടാ പൊടാ പൊടാ. നീ പോയിണ്ടല്ലോ, നിന്നെ യാറെ അടുത്ത് പോയി ചൂടാവും.
ആരോട്? ഗൾഫിൽ നിന്റെ മറ്റാളോട്ടല്ല യാറ, അവളുടെ അടുത്ത് വെച്ചുകൂടാവൻ. യാറ യാറയാണ് ഇവിടുത്തെ വിഷയം. അയ്യോ, എന്തൊക്കെയായിരുന്നു. സിദ്ധു ഊട്ടിയാലേ അവള് കഴിക്കത്തുള്ളൂ, ഉറക്കിയാലേ ഉറങ്ങത്തുള്ളൂ. സിദ്ധുവിനെക്കാളും ഇഷ്ടം അറബാബുവിനെയാണ്. നേരെ തിരിച്ച് അറബാബുവിനേക്കാളും ഇഷ്ടം സിദ്ധുവിനെയാണ്. എന്ത് തേങ്ങയാണെങ്കിലും ഇപ്പൊ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. ഇനിയിപ്പൊ നമ്മളറിയാത്ത എന്തൊക്കെ കഥകൾ ബാക്കി ഉണ്ടോ എന്തോ. അപ്പൊ യാറയാണ് നിന്റെ വിഷയം അല്ലേ? എന്തേ യാറനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് പൊള്ളി, അങ്ങ് കൊണ്ട് കേറിയാ? പൊള്ളും, എനിക്ക് നല്ലോണം പൊള്ളും. ഇനി എന്റെ ആ പാവൻ പെൺകുച്ചിനെ കുറിച്ച് വല്ലതും പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ. കേട്ടാടാ പറയുന്നത് കേട്ടാ? എനിക്ക് വേണ്ടത് ഇത് തന്നെയായിരുന്നു. ആ നശിച്ചവളെ പറ്റി നിന്റെ വായിന്ന് എനിക്ക് കേൾക്കണമായിരുന്നു. ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ കണക്ട് ആവുന്നേ. ഇവിടെ ഒത്താൻ ഇത്രയും കൊല്ലം നാട്ടിലേക്ക് വരാതെ അവിടെ തന്നെ പെറ്റി കിടന്നതേ അവള് ഒറ്റ ഉള്ളതുകൊണ്ടല്ലേ? അതേടി അതെ, നിനക്കെന്താ പ്രശ്നം? ഞാനേ നാട്ടിലേക്ക് വന്നു എനിക്ക് കൃത്യം അറിയാം അവളെ മിസ് ചെയ്യുന്നു, അതുകൊണ്ട് മാത്രമാ. പിന്നെ ഒരു കാര്യം ഞാൻ എല്ലാവരും കൂടെ പറഞ്ഞേക്കാം, യാറനെ പറ്റി എന്തെങ്കിലും അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധുവിന്റെ സ്വഭാവം കറക്റ്റ് എല്ലാവരും അറിയും. ഈ വൃത്തിയുടെ സ്വഭാവത്തിനെ പറ്റി ഇനി എന്തോന്ന് അറിയാൻ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, നീ ചിന്തിച്ചതും കേട്ടതും ഒക്കെ ശരി തന്നെ. ഈ ലോകത്തെ യാറ കഴിഞ്ഞിട്ട് എനിക്ക് ആരുള്ളൂ, നീ പോലും. പിന്നെ യാറേ നിന്നേക്കാളൊക്കെ വളരെ സുന്ദരിയാടി, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. സിദ്ധു മതി, നിർത്ത്. മതിയായിട്ടില്ല അമ്മായി, ഇനിയും യാറയുടെ കാര്യങ്ങളെ ഇവൾ അറിഞ്ഞില്ലെങ്കിൽ അത് ഞാൻ യാറയോട് എന്റെ അടുത്ത് ചെയ്യുന്ന വലിയ ചതിയായി പോകും. വിടളിയാ, അവൻ പറയട്ടേടാ, ഇത്രയും കൊല്ലം മനസ്സിൽ കൊണ്ടേ നടന്ന വിഗ്രഹം മുടഞ്ഞു പോട്ടെ. ലച്ചൂസേ, ഈ ലോകത്തെ ഞാനില്ലെങ്കിൽ യാറയില്ല, യാറയില്ലെങ്കിൽ ഞാനും ഇല്ല. അവളെ എന്റെ ശ്വാസമാണ്. മരുഭൂമിയിലെ വേനലിൽ സിദ്ധുവിന്റെ ഹൃദയത്തിൽ പെയ്ത മഴയാണ് യാറ. എന്റെ ഫോണൊന്ന് തരൂ. പിന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ യാറേനെ പറ്റി പറയാനുണ്ടായിരുന്നു, പക്ഷെ അത് പിന്നീട് ഒരു സിറ്റുവേഷനിൽ പറയാം. ഞാനിപ്പോ ചെന്നിട്ടെ യാറേനെ ഒന്ന് വിളിക്കട്ടെ, എന്നിട്ട് പറയണം ലച്ചു തൂക്കിയെന്ന്, വീട്ടിൽ പിടിച്ചെന്നു. ഉമ്മ അളയെല്ലാം പറഞ്ഞ് നമ്മൾ കേട്ടേക്ക സത്യം തന്നെ. തന്നമ്മ സിദ്ധു എല്ലാം സമ്മതിച്ചിട്ടുണ്ട്. എന്താ വിഷയുടെ കാര്യം? അതിന് മക്കളെ നമ്മൾ നീ എന്തിനൂടെ? ഞാൻ ഈ വീട്ടിലുള്ളതല്ലേ, ഞാൻ അറിയണ്ടേ കാര്യങ്ങളൊക്കെ. നീ അപ്പുറത്ത് പോയ പറവേ. എന്തുടെ കാര്യം? പുറത്തു പോയേ. കേശുവേ, ഇനി അവള് വല്ല അമ്മ ഈ ചുമ്മാ ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ, അതൊന്നുമില്ല. അയ്യേ എന്തിനാ അമ്മമ്മ കൊണ്ട് ചെല്ല്, അടുക്കള ചെല്ല്. ഇല്ലെന്ന് ഒരു പ്രശ്നമില്ല. പിന്നെ ഇല്ലെന്ന് വാ ഇവിടെ, എന്തിനാണ് ഒരു പ്രശ്നമില്ല. ചെല്ല് കനാൻ്റെ ചെല്ല്. എന്നടാ അമ്മ ഉണ്ടായിരിക്കൂലേ? ചേച്ചി കുറച്ച് രാത്രി കരയിട്ട് കരഞ്ഞ് മനസ്സൊന്ന് തണുത്ത് കഴിയുമ്പോൾ തന്നെ വാതിൽ തുറക്കും. അപ്പൊ നോക്കിയല്ലേ. എല്ലാവരും സ്നേഹിക്കുന്നതൊക്കെ വെറുതെയാ. എത്ര സ്നേഹിച്ചാലും മനസ്സിലാവത്തുമില്ല. സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ മണ്ടന്മാരെ പോലെ ഇങ്ങനെ സ്നേഹിച്ചോണ്ട്.
ലച്ചു ലച്ചു ഇവിടുന്ന് ഒന്ന് പോവും, എനിക്ക് ഇച്ചിരി സമാധാനം വേണം. ചേച്ചി ചേച്ചി കുറച്ച് സമാധാനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. ചേച്ചിയോട് അനിയൻ ഇച്ചിരിയെങ്കിലും സ്നേഹമുണ്ടല്ലോ, സന്തോഷം. ആ എന്തൊരു വർത്താനം ചേച്ചി പറയണേ? ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ ഇവിടെ ഇല്ലേ? ലച്ചു, നമുക്ക് എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാം. തീ കൂടുതൽ എന്ത് തീരുമാനം അമ്മയ്ക്ക് ഉണ്ടാക്കണ്ടേ? അയാൾ അത്രയും കിടന്ന് അവിടെ ഷോ കാണിച്ചല്ല. എന്നാൽ ഈ കേശമൊക്കെ എവിടെയായിരുന്നു? നിന്റെ വായിൽ എന്തായത് പഴോ? അപ്പൊ എന്തായാലും അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ തന്നെയാണ്. കുറച്ച് തണ്ടും തടിയൊക്കെ കണ്ടു കഴിഞ്ഞാലേ വല്ലവും പറയും, ഇവന്റെ നാക്കനങ്ങൂല. അമ്മ ഷൂ ആയി. ആഹാ, അങ്ങനെയാണെങ്കിൽ അമ്മായി വലിയ വർത്താനം പറയണല്ലോ. അമ്മായി എവിടെ ആയിരുന്നു? ഞാൻ വലിയ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചാണ് ഒന്നും മിണ്ടാത്തത്. ഓ, അപ്പൊ പിന്നെ ഞാൻ മിണ്ടായിരുന്നു, പിന്നെ വേറെ വല്ല കാരണമായിരിക്കും. തന്നെ. അതെ 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 അതെ, എന്റെ കാര്യമല്ലേ, എന്റെ ജീവിതമല്ലേ, എന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയാം. അത് രണ്ടുപേരും ഒന്നും പോയിത്താ ഇവിടെ നിന്ന്. ഡേയ്, നീ അങ്ങനെ ബാഡാവാതെ. ആരും ഇല്ലെങ്കിലും നിന്റെ കൂടെ ഞാൻ നിൽക്കും. എനിക്ക് ആരും വേണ്ട, എനിക്ക് അനിയനും വേണ്ട, എനിക്ക് അമ്മായും വേണ്ട. ചേച്ചി ചുമ്മാ ചാടിക്കറി തീരുമാനമൊന്നും വേണ്ട, അബദ്ധമൊന്നും കാണിക്കില്ല. നീ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ വല്ല കടുക്കുകയും ചെയ്യുന്ന? അല്ല, എടാ, ഒരാളെന്നെ ചതിച്ചെന്നും പറഞ്ഞ് ഞാൻ അങ്ങനത്തെ തീരുമാനങ്ങളൊന്നും എടുക്കൂല. പിന്നെ ചതിച്ച ആളെ, അയാളെന്തായാലും ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ചേച്ചി നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞൊരു തീരുമാനം ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞല്ലോ എന്റെ കാര്യത്തിൽ ഞാൻ തീരുമാനം എടുത്തോളാന്ന്. എന്തിനാ ചേച്ചി അങ്ങനെ പറയണേ? പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ കാണാൻ വന്നിക്കണവരാ. ഈ വാചകടിയേ ഞാൻ കുറെ കേട്ടതാ, അതുകൊണ്ട് പൊന്നുമം വായിട്ട് അരയ്ക്കാതെ പോവാൻ നോക്ക്. ഓഹോ, അപ്പോ നമ്മൾ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് വായമത്സരം ഉണ്ടായിരുന്നെയാണ് ഞാൻ ചെയ്ത തെറ്റ് അല്ലേ? ശരി, പ്രശ്നം ഉണ്ടാക്കാം. പ്രശ്നം ഉണ്ടാക്കിയല്ലേ പ്രശ്നം തീരുള്ളെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാം. ഇവിടെ അളിയ അവിടെ